അരുൺ നമുക്കൊപ്പം ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. അരുൺ, എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം എക്സാലോജി കേസിൽ വ്യത്യസ്തമായ നിലപാട്, അത് CPM-ന്റെ നിലപാടിൽ നിന്നും വ്യത്യസ്തമായ നിലപാട് CPI സ്വീകരിക്കുന്നു. അതിനോട് ഇന്നൊരു മന്ത്രിയുടെ പ്രതികരണം, അത് യാതൊരു വിധത്തിലുള്ള ഒരു മുന്നണി മര്യാദയും പാലിക്കാത്ത ഒന്നാണ് എന്നുള്ളത് ഏത് കൊച്ചുകുട്ടിക്കും വ്യക്തമാകുന്ന കാര്യമാണ്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തമ്മിലടി എന്ന് പ്രതിപക്ഷം പറഞ്ഞാൽ, പുറത്തു നിൽക്കുന്നവർ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പ്രതിരോധിക്കും അരുൺ? ഈ വിഷയത്തിൽ ആദ്യം പറയാനുള്ളത്, തമ്മിലടി എന്നൊരു സാഹചര്യം ഇപ്പോൾ ഇല്ല. ഒന്നാമത്തെ കാര്യം, ബഹുമാനപ്പെട്ട മന്ത്രി സഖാവ് വി ശിവൻകുട്ടി മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ വസ്തുതയാണ് എന്ന് കരുതി പ്രതികരിച്ചതിൻ്റെ ഒരു പ്രയാസമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിവാദത്തിലേക്ക് എത്തിച്ചത്. മാധ്യമങ്ങൾ പല വാർത്തകളും കൊടുക്കും. ഇപ്പോൾ നിങ്ങൾ തന്നെ പറയുകയുണ്ടായി, മുഖ്യമന്ത്രിയെ അനുകൂലിച്ച് സംസാരിച്ചതിന് രൂക്ഷമായ വിമർശനം സഖാവ് ബിനോയ് വിശ്വം ഏറ്റുവാങ്ങിയെന്ന്. അവിടെ അത്തരത്തിൽ നിങ്ങൾ സൂചിപ്പിച്ച പോലുള്ള രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായിട്ടില്ല. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. ഇന്നലെ രാവിലെ, ഞാൻ ഈ 2 ദിവസവും പാർട്ടിയുടെ കൗൺസിലിൽ പങ്കെടുത്ത ഒരാളാണ്. ഇന്നലെ രാവിലെ വാർത്ത വരികയാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ രൂക്ഷ വിമർശനം, മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം, ഭരണത്തിനെതിരെ രൂക്ഷ വിമർശനം. പ്രമുഖ ഒരു ചാനലാണ് മനോരമ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പാരമ്പര്യമുള്ള ഒരു മാധ്യമത്തിൻ്റെ ചാനലിൽ വന്ന വാർത്തയാണ്. ഇന്നലെ രാവിലെ ഒരു 8 മണി മുതൽ ആ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇന്നലെ 11:30 മണിക്കാണ് LDF ആയിട്ട് ബന്ധപ്പെട്ട്, ഭരണവുമായി ബന്ധപ്പെട്ട ചർച്ച ഞങ്ങളുടെ പാർട്ടി ആരംഭിച്ചത്. അതിനു മുൻപേ മുൻകൂട്ടി എന്തോ ദീർഘവീക്ഷണമുള്ളവരെ പോലുള്ള വാർത്ത കൊടുക്കുന്ന ആളുകളാണ് മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തയ്ക്കനുസരിച്ച് പ്രതികരിക്കാൻ പോയതാണ് ഇവിടെ സഖാവ് ശിവൻകുട്ടി. അതാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അസ്വസ്ഥത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ CPI എക്സാലോജിക് വിഷയത്തിൽ നിലപാട് മാറ്റിയിട്ടില്ലേ? അതിനെ നമുക്ക് തിരുത്തി പറയാൻ പറ്റുമോ? ഒരിക്കലും മാറ്റിയില്ല. എക്സാലോജിക് വിഷയത്തിൽ എന്താണ് സഖാവ് ബിനോയ് വിശ്വം പറഞ്ഞത്? മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ അനുവദിക്കില്ല. ഇന്നലെയും ഇന്നും സഖാവ് ബിനോയ് വിശ്വം പറഞ്ഞിട്ടുള്ള കാര്യം അത് തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ മകളുടെ കേസ് LDF കേസല്ല, എക്സാലോജി കേസ് LDF കേസല്ല എന്ന് ബിനോയ് വിശ്വം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കൗൺസിലിലെ വിമർശനങ്ങളെ കുറിച്ച് എനിക്ക് അങ്ങനെ പറയാൻ താങ്കളെ പോലെ പറ്റില്ല. ശരിയാണ്, താങ്കൾ തന്നെയാണ് അതിൽ പങ്കെടുത്തത്. പക്ഷേ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ ഒരു വസ്തുതയുണ്ടല്ലോ അരുൺ. എക്സാലോജിക് കേസ് LDF-ന്റെ കേസ് ആകില്ല ഒരിക്കലും. കാരണം എക്സാലോജിക് കേസ് സ്വതന്ത്ര വ്യക്തിത്വം ആയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ മകളുടെ കേസാണ്. അത് മുഖ്യമന്ത്രിയുടെ കേസാക്കി മാറ്റുമ്പോഴാണ് അത് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് വരുന്നത്. അത്തരത്തിൽ മാറ്റാൻ അനുവദിക്കില്ല, അതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ അനുവദിക്കില്ല എന്നാണ് സഖാവ് ബിനോയ് വിശ്വം പറഞ്ഞത്. അത് തന്നെയാണ് ഇന്നും സഖാവ് ബിനോയ് വിശ്വം പറഞ്ഞിട്ടുള്ളത്. ആ കേസ് കമ്പനിയുടെ കേസാണ്, കമ്പനി നിയമങ്ങൾ അനുസരിച്ച് അവർ കൈകാര്യം ചെയ്യും എന്ന് പറയുകയാണ്. അതായത് ഈ കേസിന് ഇടതുപക്ഷം, അത് CPM പറയുന്നത് പോലെ ഈ കേസ് മുഖ്യമന്ത്രിക്കെതിരായ ഒരു രാഷ്ട്രീയ ആക്രമണമായി എന്തായാലും ഈ ഘട്ടത്തിൽ കാണുന്നില്ല CPI എന്ന് തന്നെയല്ലേ ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഒരിക്കലുമല്ല. കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ 5-ാം തീയതി സഖാവ് ബിനോയ് വിശ്വത്തിൻ്റെ പ്രസംഗത്തിലാണ് ഈ പറയുന്ന വളഞ്ഞിട്ട് ആക്രമിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞത്. ഈ എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി രാജിവെക്കണം, മുഖ്യമന്ത്രി അഴിമതിയുടെ ഒരു മൂടുപടത്തിനിടയിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ അഴിമതിയുടെ പുകമുറയ്ക്കകത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായ പ്രതികരണങ്ങളും പ്രക്ഷോഭങ്ങളും മുഖ്യമന്ത്രിക്കെതിരെ വ്യക്തിപരമായിട്ട് ഉൾപ്പെടെ അഴിച്ചുവിട്ട സാഹചര്യത്തിലാണ് സഖാവ് ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞത്. ഇതിൻ്റെ പേരിൽ മുഖ്യമന്ത്രി രാജിവെക്കേണ്ട കാര്യമില്ല. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി കക്ഷിയല്ല, ഈ വിഷയത്തിൽ ഇടതുപക്ഷവും കക്ഷിയല്ല. അതാണ് ഇപ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുമ്പോൾ, മുഖ്യമന്ത്രിക്കെതിരെ വ്യാപകമായ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും നടത്തുമ്പോൾ അത് സംബന്ധിച്ചാണ് മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞത്. ആ സമയത്തും സഖാവ് ബിനോയ് വിശ്വം ഈ കമ്പനിയെക്കുറിച്ചോ അതിനോടൊപ്പം തന്നെ വീണ വിജയനെക്കുറിച്ചോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഈ ഘട്ടത്തിൽ നിങ്ങൾ വീണ്ടും ചോദിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. സ്വതന്ത്ര വ്യക്തിത്വമാണ്, അതുപോലെ തന്നെ 2 കമ്പനികളാണ്, ഒന്ന് CMRL കമ്പനി, ഒന്ന് എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി. ഈ 2 കമ്പനികളുടെ വിഷയമാണത്. അതിനെയും
മുഖ്യമന്ത്രിയെയും ചേർത്ത് വായിക്കുമ്പോൾ അതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയെ ആക്രമിക്കുമ്പോൾ ആ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ ആക്രമിച്ചുകൂടാ, ഇടതുപക്ഷം ഒറ്റക്കെട്ടായി മുഖ്യമന്ത്രിക്ക് ഒപ്പമുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. വീണ വിജയൻ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഭാഗമല്ല. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ആ വിഷയം പ്രത്യക്ഷത്തിൽ ഇത് മുഖ്യമന്ത്രിക്കെതിരായ ആക്രമണമായിട്ട് തന്നെയാണ് CPIM വിലയിരുത്തുന്നത്. കഴിഞ്ഞ ദിവസവും MV ഗോവിന്ദൻ പറഞ്ഞത് അതാണ്. ഈ കാര്യത്തിൽ ഒരു നിലപാട് മാറ്റം CPIയിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ പിന്നെ പത്രവാർത്തകളുടെയോ മാധ്യമ വാർത്തകളുടെയോ അടിസ്ഥാനത്തിൽ മാത്രമാണോ വി ശിവൻകുട്ടി ഇത്രയും പ്രകോപിതനായി സംസാരിച്ചത്? അരുൺ, ഉറപ്പായിട്ടും പലപ്പോഴും പല വിഷയങ്ങളിലും പ്രതികരണങ്ങൾ നടക്കുന്നത് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയൊക്കെ നോക്കിയാൽ തന്നെ നമുക്കറിയാം, ചില സംഘടനകളുടെ പ്രതികരണം തന്നെ നോക്കിയാൽ നമുക്കറിയാം, യാഥാർത്ഥ്യമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത രീതിയിൽ പല രീതിയിലുള്ള വസ്തുതാവിരുദ്ധമായിട്ടുള്ള വാർത്തകൾ വരുന്ന സാഹചര്യത്തിൽ ആ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പ്രതികരിച്ച് എത്ര സാഹചര്യമുണ്ട്. നമുക്ക് തന്നെ എത്രയോ കാര്യങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. മീഡിയ കൊടുക്കുന്ന ആ ഒരു ചൂണ്ടയിൽ കൊത്തുന്ന ഒരു സാഹചര്യം ഇവിടെ സഖാവ് വി ശിവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി. അതോടൊപ്പം തന്നെ സഖാവ് വി ശിവൻകുട്ടി എന്താണ് പറഞ്ഞത്? വീണ വിജയൻ്റെ കാര്യം ബിനോയ് വിശ്വം നോക്കാൻ വരണ്ട. അതല്ലേ ബിനോയ് വിശ്വം പറഞ്ഞത്. വീണ വിജയനെ സംബന്ധിച്ച വിഷയങ്ങളിലൊന്നും ബിനോയ് വിശ്വത്തിന് അഭിപ്രായം പറയാൻ വരേണ്ട കാര്യമില്ല, സംരക്ഷിക്കേണ്ട കാര്യവുമില്ല. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവാണ്, അതിൻ്റെ ഏറ്റവും മുതിർന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. ആ വിഷയത്തിൽ ഇടപെടും. അതല്ലാതെ വീണ വിജയന്റെ വിഷയത്തിൽ ഇടപെടേണ്ട കാര്യമോ ഉത്തരവാദിത്വം ബാധ്യതയോ സംബന്ധിച്ചിടത്തോളം ഇല്ല. അദ്ദേഹത്തിന്റെ സ്വരം അതായിരുന്നില്ല. മാത്രമല്ല ബിനോയ് വിശ്വത്തിന് കുശുമ്പാണെന്നുകൂടി ഒരു പരിധി കവിഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ട്. ബിനോയ് വിശ്വത്തിന് കുശുമ്പാണെന്നല്ല പറയുന്നത്. അത്തരം വർത്തമാനങ്ങൾ അത് ഏത് രീതിയിലെടുത്താലും അതൊക്കെ തള്ളിക്കളയാനേ പറ്റുള്ളൂ. വി ശിവൻകുട്ടി പ്രകോപിതനായി എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ളതല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഞാൻ ചോദിക്കുന്നത് ഇതാണ് അരുൺ, ഇത്തരം കാര്യങ്ങളിലൊക്കെ പറഞ്ഞോളൂ. അല്പം കൂടി പക്വത അദ്ദേഹം പുലർത്തേണ്ടതായിരുന്നു ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ. എന്തെങ്കിലും മുമ്പിൽ മൈക്കും വെച്ച് ആരെങ്കിലും ചോദിക്കുമ്പോൾ അവർ ചോദിക്കുന്നതൊക്കെ വസ്തുതയാണ് എന്ന രീതിയിൽ മറുപടി പറയുമ്പോൾ ഇത്തരം അപകടങ്ങളിലേക്ക് പോകേണ്ട സ്ഥിതി ഉണ്ടാവും. തീർച്ചയായും അതിനകത്ത് ഒരു മുന്നണി മര്യാദ ആ വിഷയത്തിൽ ഒരു മുന്നണി മര്യാദ പാലിച്ചില്ല എന്ന് ആർക്കും അത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. വി ശിവൻകുട്ടി മുന്നണി മര്യാദ പാലിക്കാതെ സംസാരിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് പക്വത കുറവ് കാണിച്ചിട്ടുണ്ട് ആ വർത്തമാനത്തിൽ. പ്രത്യേകിച്ചും പിണറായി വിജയൻ സർക്കാർ എന്ന് പറയാൻ പാടില്ല എന്ന് സഖാവ് ബിനോയ് വിശ്വം എവിടെ പറഞ്ഞു നമുക്കറിയില്ല. അതിനെ സംബന്ധിച്ച് രണ്ടാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എന്ന് വേണമെങ്കിൽ പറയാം, രണ്ടാം LDF ഗവൺമെൻറ് എന്ന് പറയാം, സഖാവ് രണ്ടാം പിണറായി ഗവൺമെൻറ് എന്ന് പറയാം. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ വിളിക്കാമല്ലോ. അപ്പോൾ നമുക്ക് ഏത് കാര്യത്തെയും ആ രീതിയിൽ നമുക്ക് നോക്കി കാണാൻ പറ്റുമല്ലോ. അതിനൊക്കെ ഞാൻ ചോദിക്കുന്നത് ഇതാണ് അരുൺ, അത്ര വില കുറഞ്ഞ് ചിന്തിക്കുന്ന ഒരാളാണ്. ഒരു മാധ്യമം ഒരു വാർത്ത കൊടുക്കുന്നു, ഒരു മാധ്യമമല്ല ഇനി എല്ലാ മാധ്യമങ്ങളും വാർത്ത കൊടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷേ ഒരു വിഷയത്തിൻ്റെ വസ്തുത അറിയാതെ ഒരു മന്ത്രി അങ്ങനെ സംസാരിക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ നിലപാട് മാറ്റം സംബന്ധിച്ച് കൗൺസിലിൽ ചർച്ചകൾ നടക്കാതെ മന്ത്രി അങ്ങനെ സംസാരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എൻ്റെ സാമാന്യ യുക്തി വെച്ച് ചോദിക്കുന്നത് അതാണ്. പിന്നെ എന്തിനാ അദ്ദേഹം ഇത്രയും പ്രകോപിതനായി, അത് മാധ്യമങ്ങളുടെ ഈ ചോദ്യത്തിൽ മാത്രം പെട്ടാണ് സംസാരിക്കുന്നതെന്ന് തോന്നുന്നു? അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ തിരുത്തേണ്ടത് ആവശ്യമല്ലേ? അങ്ങനെ തിരുത്താൻ ആവശ്യപ്പെടുമോ CPI? CPI ആവശ്യപ്പെടേണ്ട കാര്യമില്ല. കാരണം സ്വാഭാവികമായും ബിനോയ് വിശ്വം എന്ന് പറയുന്ന CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഒരിടത്തും പിണറായി വിജയൻ ഗവൺമെൻറ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടത്തിയിട്ടില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, വേണ്ടത്ര പക്വതയില്ലാതെ വേണ്ടത്ര ഗൗരവമില്ലാതെ നടത്തിയ പരാമർശമാണ്. ആ പരാമർശം ബന്ധപ്പെട്ട CPM നേതൃത്വം തന്നെ അനാവശ്യമായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പം ഇതിന് പുറകെ വീണ്ടും ആ ഒരു വാക്കുകൾ എടുത്തുകൊണ്ട് വീണ്ടും അതിന്മേൽ ചർച്ച നടത്തി വീണ്ടും പുതിയ പുതിയ വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ല. ഒരു ശ്രദ്ധക്കുറവ് ബഹുമാനപ്പെട്ട മന്ത്രി സഖാവ് വി ശിവൻകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അപ്പോൾ ആ വലിയ മനോഭാവത്തോട് സമരസപ്പെടുകയാണോ നിങ്ങൾ എല്ലാവരും? ലക്ഷ്മി പത്മ എന്നിൽ നിന്ന് പറയാൻ എന്താണ്, എന്നിൽ നിന്ന് കേൾക്കാൻ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ ഒരു വിവാദത്തിലേക്ക് പോകേണ്ടതില്ല എന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്മേൽ അതിൻ്റെ മറുപടി വീണ്ടും അങ്ങോട്ടും അത്രമാത്രം ഗൗരവമുള്ള വിഷയമല്ല അത്. ഒരു എന്താ പറയുന്നത്, നാവിനുണ്ടായ ഒരു പിഴവെന്നോ
അതല്ലെങ്കിൽ ആ സമയത്തുണ്ടായ ശ്രദ്ധക്കുറവെന്നോ അത്രമാത്രമേ ഈ വിഷയത്തിൽ CPI ഇതിനെ നോക്കിക്കാണുന്നുള്ളൂ. അത് സംസ്ഥാന സെക്രട്ടറിയും വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ വിഷയത്തിന്മേൽ കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാകുകയുമില്ല. നമുക്ക് പല കാര്യങ്ങളും നോക്കുമ്പോൾ മനസ്സിലാകുന്നത് പല കാര്യങ്ങളിലും മന്ത്രിസഭയുടെ തന്നെ തീരുമാനങ്ങളായി വരുന്ന പല കാര്യങ്ങളിലും CPIക്ക് വിയോജിപ്പുകൾ, ഭിന്ന നിലപാടുകളുണ്ട്. അത് സർവകലാശാല, സ്വകാര്യ സർവകലാശാല ബില്ലായിക്കോട്ടെ, എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണ കമ്പനി ആയിക്കോട്ടെ, CPIക്ക് വ്യത്യസ്ത നിലപാടുകൾ ഉണ്ട്. അത് കൃത്യമായി രേഖപ്പെടുത്താൻ കഴിയാതെ പോകുന്നുണ്ടോ? അതിൻ്റെ ആകെ ഒരു പ്രതിഫലനം എന്നോണം എക്സാലോജിക്കിൽ ഒരു വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുകയായിരുന്നോ CPI? അങ്ങനെ ഒരു സംശയം ഉന്നയിച്ചാൽ ഒരിക്കലുമില്ല. ഇപ്പോൾ പൊതുവെ ചില ആളുകൾ ആഗ്രഹിക്കുന്നത് എല്ലാ വിഷയങ്ങളിലും CPIയും CPMും രണ്ട് ചേരിയിൽ നിൽക്കണമെന്നോ, അല്ലെങ്കിൽ CPMൻ്റെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയോ ഏത് തീരുമാനം വന്നാലും അതിനെ ഇടതുപക്ഷത്തിൽ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPI എതിർത്തുകൊണ്ടേ ഇരിക്കണം എന്നാഗ്രഹിക്കുന്ന നിരവധി ആളുകളുണ്ട്, നിരവധി മാധ്യമങ്ങളുണ്ട്. എനിക്ക് പറയാനുള്ള ഈ രണ്ട് വിഷയം ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഈ വിഷയമല്ല, ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് LDF തീരുമാനം വന്നാലും അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലേക്ക് എത്തുമ്പോഴും CPIയുടെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താറുണ്ട്. അതിനുശേഷം സാധാരണഗതിയിൽ ആ അഭിപ്രായ ഭിന്നത പരിഹരിക്കപ്പെടുന്നത് CPI-CPM ഉഭയകക്ഷി ചർച്ചകളിലാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ പാലക്കാട് ബ്രൂവറി കമ്പനിയായി ബന്ധപ്പെട്ട വിഷയത്തിലാണെങ്കിൽ ഭൂപരിഷ്കരണ നിയമം പരിപൂർണമായും പാലിച്ചുകൊണ്ട് ഭൂഗർഭ ജലത്തിന് ഒരു തരത്തിലും കോട്ടമുണ്ടാകാത്ത രീതിയിൽ പ്രത്യേകം അതോറിറ്റിയുടെ, പ്രത്യേക സമിതിയുടെ നിരീക്ഷണത്തിന് ശേഷം മാത്രം ഈ കമ്പനിയുടെ പ്രവർത്തനം ആരംഭിക്കുകയുള്ളൂ എന്ന ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് CPI ഈ വിഷയവുമായി, ഈ തീരുമാനവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. ആ കമ്പനി വന്നതിനെ CPI എവിടെ എതിർത്ത്? സഖാവ് ബിനോയ് വിശ്വോ, പാർട്ടിയുടെ സംസ്ഥാന സെൻറ്ററിൽ നിന്നുള്ള ഏതെങ്കിലും സഖാവ് കമ്പനി വരാൻ അനുവദിക്കില്ല എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് ഭൂപരിഷ്കരണ നിയമം, പ്രാദേശിക നേതൃത്വം അതിനെതിരെ വലിയ നിലപാടെടുത്തിരുന്നു. CPIയുടെ പ്രാദേശിക നേതൃത്വം വലിയ നിലപാടെടുക്കുന്നത്, സമരങ്ങളിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ മദ്യനയത്തിൽ കൃത്യമായി ഇതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഉണ്ട്. അപ്പോൾ മദ്യനയത്തിലും ഇതുവരെയും നിലപാട് കൃത്യമായി വ്യക്തമാക്കിയിട്ടില്ല CPI. വ്യത്യസ്തമായ അഭിപ്രായം സ്വാഭാവികമായി രണ്ട് പാർട്ടി, ഇപ്പോൾ വിദേശ സർവകലാശാലയുടെ കാര്യത്തിലാണെങ്കിലും വിദേശ സർവകലാശാല പാടില്ല എന്നുള്ള അഭിപ്രായം CPI പറഞ്ഞിട്ടില്ല. പക്ഷേ AIVF-നും AISF-നും വ്യത്യസ്തമായ അഭിപ്രായമാണ് ഉള്ളത്. AIVF-നും AISF-നും ഇതിന്മേൽ ഉള്ള അഭിപ്രായം സ്വകാര്യ സർവകലാശാലകൾ പാടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ CPIയെ സംബന്ധിച്ചിടത്തോളം CPI വിഷയത്തിൽ മെറിറ്റ് ഉറപ്പാക്കുക എന്നുള്ളതും ഭൂമി സംബന്ധിച്ച വിഷയങ്ങൾ കൃത്യമായ നിലപാടോടുകൂടി കൃത്യമായ പരിശോധനയോടുകൂടി പോകണമെന്നുള്ളതായിരുന്നു. അപ്പോൾ മെറിറ്റ് ഉറപ്പാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ, അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ ഭൂമി കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ കൃത്യമായ ശ്രദ്ധ വേണമെന്നും അതിന് മോണിറ്ററിംഗ് വേണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വകാര്യ വിദേശ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട തീരുമാനം ഒരുമിച്ച് ഒരു തീരുമാനമായി തന്നെ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായത്. പലപ്പോഴും വ്യത്യസ്തമായ അഭിപ്രായം പറയുമ്പോൾ, എന്തെങ്കിലും ഒരു വിഷയത്തിൽ വിയോജിപ്പ് സൂചിപ്പിക്കുമ്പോൾ ആ പദ്ധതിയോട് പാടെ CPIക്ക് എതിർപ്പാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ വരാറുണ്ട്. ആ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ്, അതിൽ ചുവട് പിടിച്ചുള്ള ചർച്ചകളാണ് പൊതുവെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വ്യാപകമായി വരാറുണ്ട്. ചാനലുകളിലും അത്തരത്തിലുള്ള ചർച്ചകൾ വരാറുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ഈ രണ്ട് വിഷയം ഉൾപ്പെടെ പല കാര്യങ്ങളിലും CPI വ്യത്യസ്തമായ അഭിപ്രായം രേഖപ്പെടുത്തുന്നത്, ഇത് പലപ്പോഴും പലർക്കും ആഗ്രഹം CPIയും CPMും കലഹിച്ച് നിൽക്കുക എന്നുള്ളതാണ്. അതിനേക്കാൾ കൂടുതൽ CPIയെ ഒന്ന് ആക്ഷേപിക്കാൻ കിട്ടുന്ന അവസരം പാഴാക്കാത്ത നിരവധി ആളുകളുണ്ട്. CPI-CPM കണ്ണുരുട്ടിയപ്പോൾ ഭയന്നു, ബിനോയ് വിശ്വം മുട്ടു, അങ്ങനെയൊക്കെയാണ് പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഉൾപ്പെടെ വാർത്തയാക്കി പറയുന്നത്. അങ്ങനെ പക്ഷേ അരുൺ, ഇന്ന് ഈ ചർച്ചയ്ക്ക് വഴിതെളിച്ചത് അതൊന്നുമല്ല. എക്സാലോജിക്കിലെ CPIയുടെ നിലപാട്, അത് ബിനോയ് വിശ്വം 2 തവണ നടത്തിയ പ്രതികരണങ്ങൾ, അതിനു പിന്നാലെ V ശിവൻകുട്ടി നടത്തിയ പ്രതികരണം, ഇതാണ് ഇന്നത്തെ ചർച്ചയ്ക്ക് ഏതായാലും പ്രേരണയായത് എന്ന് ഞാൻ അതിൽ ഒരു തിരുത്തുകൂടി പറയുകയാണ്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തരത്തിലും ആക്ഷേപിക്കാനല്ല കേട്ടോ. വളരെയധികം നന്ദി ഈ ചർച്ചയ്ക്ക് എത്തിയതിന് അരുൺ, വളരെയധികം നന്ദി.